2 ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലോണം തിരുമ്മിയെടുക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്രയെന്നുള്ള ഞാൻ ഒഴിക്കേണ്ടത്. മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറ് ഇവിടെ നല്ല തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ചോറ് ഏകദേശം ഇളക്കി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യണേ.